കേരളത്തിലെ 3 ഉപതിരഞ്ഞെടുപ്പുകളോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ വോട്ടെണ്ണൽ 23-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, പ്രത്യേകിച്ചും അതാത് മണ്ഡലങ്ങളിലുള്ള പ്രവർത്തകരെല്ലാം ആകാംക്ഷയിലാണ്. മഹാരാഷ്ട്ര BJP മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ BJP അധികാരത്തിൽ വരാനാണ് സാധ്യത. അവിടെ അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിൽ അത് ഒന്ന് വയനാട് കോൺഗ്രസിന്റെ സീറ്റാണ്. അവിടെ കാലാകാലങ്ങളായി ജയിച്ചു വന്നത് കോൺഗ്രസ് ആണ്. ലോകസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ സമുന്നതനായ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി CPIയുടെ അഖിലേന്ത്യാ നേതാവ് ആനി രാജയായിരുന്നു. അവർ മലയാളിയാണ്. ഇപ്പോഴത്തെ അവിടെ രാഹുൽ ഗാന്ധി മറ്റൊരു ലോകസഭാ മണ്ഡലത്തിൽ ഇവിടെ മത്സരിക്കുകയും വയനാട്ടിൽ നിന്നുള്ള വിജയിച്ച വയനാട് മണ്ഡലത്തിൽ നിന്നും രാജി വെക്കുകയും ചെയ്ത ഒടുവിലാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അവിടെ നിന്നും MLA ആയ K. രാധാകൃഷ്ണൻ, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം ലോകസഭയിലേക്ക് മത്സരിക്കുകയും ലോകസഭയിലേക്ക് വിജയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ചേലക്കര നിയമസഭാ അംഗത്വം അദ്ദേഹം രാജിവെച്ചത്. അങ്ങനെയാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവന്നത്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് ഷാഫി പറമ്പിലായിരുന്നു അവിടുത്തെ നിയമസഭാ അംഗം. അദ്ദേഹം വടകര ലോകസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവിടെ വിജയം കണ്ടപ്പോൾ പാലക്കാട് സ്വാഭാവികമായും രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ലോകസഭാ മണ്ഡലവും പാലക്കാട് മണ്ഡലവും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ചേലക്കരയാവട്ടെ CPMന്റെ സിറ്റിംഗ് സീറ്റ്. അതുകൊണ്ട് അതേപോലെ തന്നെ നിലനിന്ന് പോകാനാണ് സാധ്യത കൂടുതലെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ BJP ഏകദേശം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അവരുടെ പ്രവർത്തന രീതി, പ്രവർത്തനത്തിന്റെ മഹിമ, പരിചയം ഇതെല്ലാം BJP സ്ഥാനാർത്ഥിക്ക് മുതൽക്കൂട്ടാവുമ്പോൾ അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. ആ ഒരു വർക്കൻ എന്നുള്ള പേര് ആദ്യമേ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അവസാന സമയങ്ങളിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്.
എങ്കിൽ തന്നെയും അവിടെ കോൺഗ്രസിന്റെ യുവനിരയുടെ നേതാവായിരുന്ന സന്ദീപ് വാര്യർ പോളിംഗിന്റെ തൊട്ട് മുൻപത്തെ ദിവസം ഒരു ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു. എന്തെല്ലാം പറഞ്ഞാലും അത് BJPക്ക് ചെറിയ ക്ഷീണം ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. ഈ സാഹചര്യത്തിലാണ് അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPMന്റെ സ്ഥാനാർത്ഥി, ഇവരെല്ലാം ചെറുപ്പക്കാരാണ്, പ്രഗത്ഭരും രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരുമാണ്, രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ്, രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്നവരാണ്. അതുകൊണ്ട് ബലാബലം നിൽക്കും. എങ്കിലും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് കോൺഗ്രസ് തങ്ങളുടെ സീറ്റ് കഷ്ടിച്ച് നിലനിർത്തി പോകാനാണ് സാധ്യത കൂടുതൽ. അതേസമയം ചേലക്കര CPMന്റെ സീറ്റാണത്, LDFന്റെ സീറ്റാണ്. ആ സീറ്റ് LDF നിലനിർത്തി പോകാനാണ് അവിടെ സാധ്യത. വയനാട്ടിലാവട്ടെ പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥി CPIയുടെ നേതാവ് സത്യൻ മൊകേരിയാണ്. സത്യൻ മൊകേരി മുമ്പൊരിക്കൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അന്ന് തുച്ഛമായ വോട്ടിനാണ് സത്യൻ മൊകേരി പരാജയപ്പെട്ടത്. വിജയിച്ചതാവട്ടെ കോൺഗ്രസിലെ MI ഷാനവാസ്. അങ്ങനെ ആ മണ്ഡലത്തെ തൊട്ടറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സത്യൻ മൊകേരി. അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും സത്യൻ മൊകേരിയെ അറിയാം, സത്യൻ മൊകേരിക്കും അറിയാം. എങ്കിലും പ്രിയങ്ക ഗാന്ധി എന്നുള്ള ആ പേര് നെഹ്റു കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ മകൾ, അവര് ആണ് അവിടെ മത്സരിക്കുന്നത്. നെഹ്റു കുടുംബത്തിന്റെ പേര് പോരാഞ്ഞിട്ട് പേരിന്റെ അവസാനം ഗാന്ധി എന്ന പേര്, പിന്നെ അവരുടെ ആ കുടുംബപരമായ പാരമ്പര്യം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതുപോലെ ഇപ്രാവശ്യവും വൻ ഭൂരിപക്ഷമൊന്നും ലഭിച്ചില്ലെങ്കിൽ തന്നെയും പ്രിയങ്ക ഗാന്ധി വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, അവരവരുടെ സീറ്റ് അവരവരുടെ കൈവശം തന്നെ ഇരിക്കാനാണ് സാധ്യത. വയനാട്ടിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിനും, ചേലക്കരയിൽ CPMന്റെ സിറ്റിംഗ് സീറ്റ് CPMനും, പാലക്കാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിനും നിലനിർത്തി കൊണ്ട് പോകാനാണ് സാധ്യത. പിന്നെ തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ മനസാക്ഷിയാണ്. അവരാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്നത് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. പല പ്രഗത്ഭരും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തിന്? റൈബ്രേലിയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. അങ്ങനെ പല പ്രഗത്ഭരും കേരളത്തിൽ MN ഗോപന്മാര് പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എടുത്തു നോക്കിയാൽ പ്രഗത്ഭർ പലരും പല രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പരാജയപ്പെട്ട ചരിത്രം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് പറഞ്ഞത്. വയനാട് കോൺഗ്രസിനും ചേലക്കര CPMനും പാലക്കാട് കോൺഗ്രസിന് മുൻതൂക്കം നിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ടാണ്. ഇതിൽ മാറ്റം വരില്ല എന്ന് ഉറപ്പ് പറയാനാവില്ല. മാറ്റം വരാം, കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇൻസിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിനോട് ചേർന്നുള്ള ദിവസങ്ങളിലൊന്നും തന്നെയും ഒരു മാറ്റം വരുന്നതിന് വേണ്ടുന്ന
ഇൻസിഡന്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളീയ ദർശൻ വിലയിരുത്തിയത്. നന്ദി, നമസ്കാരം.